ദേശീയ ചിഹ്നങ്ങളുടെ ഉപയോഗം ഒക്ടോബർ 15-നകം അനുമതി വാങ്ങണം. ഒമാനിൽ ഫ്ളാറ്റിന്റെ ടെറസിൽ നിന്ന് വീണ് പ്രവാസി മലയാളി മരിച്ചു. ജനവാസ മേഖലകളിൽ ട്രക്കുകളും നിർമ്മാണ യന്ത്രങ്ങളും പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുവെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാന്റെ ദേശീയ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങളും മുദ്രകളും ഉപയോഗിക്കാൻ ഒക്ടോബർ 15-നകം മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളും ഉൽപാദകരും ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിച്ച് അനുമതി പത്രം കൈപ്പറ്റണം. ദേശീയ ചിഹ്നങ്ങളുടെ അന്തസ്സും പ്രാധാന്യവും നിലനിർത്തുന്നതിനും അവ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അവ ഉത്തരവാദിത്വത്തോടെയും ആദരവോടെയും ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഈ നടപടി. സുൽത്താന്റെ ചിത്രം, ഒമാന്റെ ദേശീയ മുദ്ര, ദേശീയ പതാക, ഒമാൻ ഭൂപടം എന്നിവ സംബന്ധിച്ചാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്. ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കാത്തുസൂക്ഷിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണെന്നും നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചു മാത്രമേ വാണിജ്യാടിസ്ഥാനത്തിൽ ഇവ ഉപയോഗിക്കാവൂ എന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മസ്കത്തിലെ അൽ ഗുവൈറിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പ്രവാസി മലയാളി മരിച്ചു. ബിഷാറയിലെ റിട്ടയർഡ് സർവീസ് എഞ്ചിനീയറായ പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറം കയറംപാറ ഹലോ നഗർ ശ്രീലയത്തിൽ മുത്തോടി ശ്രീധരനാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. താമസിക്കുന്ന ഫ്ളാറ്റിന് മുകളിൽ ടെറസിൽ വ്യായാമത്തിനായി പോയപ്പോഴാണ് അപകടം. 1990 മുതൽ ഇദ്ദേഹം ഒമാനിൽ പ്രവാസിയാണ്. ഭാര്യ ലതാ കുമാരൻ നായർ ഒമാൻ യുണൈറ്റഡ് ഇൻഷുറൻസിൽ സീനിയർ മാനേജറാണ്. മക്കൾ രാഹുൽ ശ്രീധരൻ, രോഹിത് ശ്രീധരൻ എഞ്ചിനീയർമാരാണ്. മരുമക്കൾ സി നന്ദന, സ്വാതി രാജ എന്നിവരാണ്. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. KMCC കെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുന്നു. മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെത്തിച്ച് തിരുവില്ലോമല ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ജനവാസ മേഖലകളിൽ വലിയ ട്രക്കുകളും നിർമ്മാണ യന്ത്രങ്ങളും പാർക്ക് ചെയ്യുന്നത് കുട്ടികളുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി മസ്കത്ത് മുനിസിപ്പാലിറ്റി. ശബ്ദമലിനീകരണത്തിനും പരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇത്തരം വാഹനങ്ങൾ കാരണമാകുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ്, ഫയർഫോഴ്സ് അടക്കമുള്ള എമർജൻസി വാഹനങ്ങളുടെ സഞ്ചാരത്തിനും ഗതാഗതത്തിനും ഇത് തടസ്സം ഉണ്ടാക്കുന്നുവെന്ന് മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാട്ടി. ഇത്തരം ഹെവി വാഹനങ്ങൾ നിരന്തരമായി കയറിയിറങ്ങുന്നത് പ്രദേശത്തെ റോഡുകൾക്കും പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ വരുത്തുന്നുണ്ട്. സുരക്ഷിതവും ശാന്തവുമായ റെസിഡൻഷ്യൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ വാഹന ഉടമകളും ഡ്രൈവർമാരും അധികൃതരുമായി സഹകരിക്കണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാക്കുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.